ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു എഗ് മസാല റോസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനലിൽ മുട്ട വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കറിയായിട്ടും റോസ്റ്റൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് മസാല തവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട്. നമുക്കാദ്യം മുട്ട പുഴുങ്ങിയതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മസാലയിൽ ഒരു 5 മുട്ട വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്പം എണ്ണയൊക്കെ കൂടുതലുള്ളതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വളരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ള 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിതുപോലെ കമിഴ്ത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് സമയം ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് മറ്റേ സൈഡും 1 മിനിറ്റ് സമയം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ 4 മുട്ട പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മസാലയിൽ 5 മുട്ട വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്കൊരു 1/4 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് സമയം നമുക്ക് ഈ ഒരു സൈഡ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡും ഏകദേശം 1 മിനിറ്റ് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഹാർഡായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. 2 സൈഡും ഫ്രൈ ആയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം. എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണയും കൂടി ഒഴിക്കാം. ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലെ ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. നല്ല വലിയ സവോളയാണെങ്കിൽ 2 എടുക്കുക. മീഡിയം സൈസുള്ള സവോളയാണെങ്കിൽ ഒരു 3 ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സവോള വഴറ്റിയെടുക്കാം. നന്നായിട്ട് വെന്ത് ഒരു ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തീ നന്നായിട്ട് കുറച്ചിട്ടേക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു കളറുണ്ടാവും, അധികം എരിവുണ്ടാവില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. ഏകദേശം 1 മിനിറ്റ് സമയം തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ഒരു മണം വരും. പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 2 തക്കാളി മിക്സിഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് അടച്ച് വെച്ചൊന്നും വേവിക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതുപോലെ ഇളക്കി ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ തക്കാളിയിലേക്കുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. പഞ്ചസാര ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കുന്നത് നമ്മളൊരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. കുറേ വെള്ളം ഈ സമയത്ത് ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 1/4 കപ്പും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പം ചെയ്ത അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും ആ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതായത് കണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി നല്ല കുറുകിയ പരുവത്തിലുള്ളൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ആ സവോളയും തക്കാളിയൊക്കെ നല്ല വെന്ത് അഴിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളം തന്നെയാണ്. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം ചേർത്തിട്ട് നമുക്ക് തീ അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മളിത് റോസ്റ്റ് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. തീരെ അങ്ങ് ഗ്രേവി ആയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. തീരെ അങ്ങ് വറ്റിക്കേണ്ട കാര്യമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് വറ്റി വരണം. ആ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ മുകളിലോട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം തന്നെ ഇതുപോലെ തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം നല്ല ഗരം മസാലയുടെ പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് തീ ഓഫാക്കിയിടാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നല്ലതായിട്ട് അത് പെരണ്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കി ഇതൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതാ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല തവ റോസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനും നല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്